സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സജ്ജനങ്ങളെ നമസ്കാരം. ശ്രീകൃഷ്ണ ഭക്തരായ ഭാഗവത പ്രിയരായ ഏവർക്കും ഭാഗവത ജ്ഞാനയജ്ഞം എന്ന ഈ ഉദ്യമത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭാഗവതം മൂലഗ്രന്ഥത്തെയും കിളിപ്പാട്ടിനെയും താരതമ്യം ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ദശമസ്കന്ധത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ഉദ്യമത്തിൽ ഒന്നാമത്തെ അധ്യായത്തിലെ 28 ശ്ലോകങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി 29ഉം 30ഉം ശ്ലോകങ്ങളെ ആണ് മനസ്സിലാക്കുവാനുള്ളത്. 29ാമത് ശ്ലോകം തസ്യാം തു കർഹിജിത് ശൗരിർവസുദേവഃ കൃതോദ്വഹഃ ദേവക്യാ സൂര്യാ സാർദ്ധം പ്രയാണേ രഥമാരുഹത്. കർഹിജിത് തസ്യാം തു കർഹിജിത് ശൗരിർവസുദേവഃ കൃതോദ്വഹഃ ദേവക്യാ സൂര്യാ സാർദ്ധം പ്രയാണേ രഥമാരുഹത്. കർഹിജിത് ഒരിക്കൽ, തസ്യാം തു ആ മധുരാപുരിയിൽ, ശൗരിഹി വസുദേവഃ ശൂരസേനന്റെ പുത്രനായ, ശൂരൻ എന്ന യാദവശ്രേഷ്ഠന്റെ പുത്രനായ വസുദേവർ കൃതോദ്വഹ വിവാഹം ചെയ്ത് സൂര്യ നവോഢയായ ദേവക്യാസാർത്ഥം ദേവകിയോടുകൂടി പ്രയാണേ സ്വഗൃഹത്തിലേക്കുള്ള യാത്രയിൽ രഥം ആരുഹത് തേരിൽ കയറി. കർഹിജിത് ഒരിക്കൽ, തസ്യാം തു ആ മധുരാപുരിയിൽ, ശൗരി വസുദേവഃ ശൂരൻ എന്ന യാദവശ്രേഷ്ഠന്റെ പുത്രനായ വസുദേവൻ കൃതോദ്വഹ വിവാഹം ചെയ്ത് സൂര്യ ദേവക്യാ സാർദ്ധം നവോഢയായ ദേവകിയോടുകൂടി പ്രയാണേ സ്വഗൃഹത്തിലേക്കുള്ള യാത്രയിൽ രഥം ആരുഹത് തേരിൽ കയറി. 30ാമത് ശ്ലോകം ഉഗ്രസേന സ്വതഃ കംസഃ സുസുപ്രിയ ചികീർഷയാ രശ്മീൻ ഹയാനാം ജഗ്രാഹ രൗക്മൈ രഥശതൈർവൃതഃ. ഉഗ്രസേന സുതഃ കംസഃ സുസുപ്രിയ ചികീർഷയാ രശ്മീൻ ഹയാനാം ജഗ്രാഹ രൗക്മൈ രഥശതൈർവൃതഃ. ഉഗ്രസേന സുതഃ ഉഗ്രസേനന്റെ മകനായ കംസഃ കംസൻ സ്വസു സോദരിക്ക് പ്രിയ ചികീർഷയ പ്രിയം ചെയ്യുന്നതിലുള്ള ഉത്സാഹത്താൽ രൗക്മൈ പൊന്നണിഞ്ഞ രഥശതൈഹി അസംഖ്യം തേരുകളാൽ വൃതഃ പരിവ്രതനായി ഹയാനാം ദമ്പതിമാർ കയറിയിരിക്കുന്ന തേരിൽ പൂട്ടിയ കുതിരകളുടെ രശ്മീൻ കടിഞ്ഞാൺ ജഗ്രാഹ പിടിച്ചുകൊണ്ടിരുന്നു. ഉഗ്രസേന സ്വതഃ കംസഃ സ്വസുപ്രിയ ചികീർഷയാ രശ്മീൻ ഹയാനാം ജഗ്രാഹ രൗക്മൈ രഥശതൈർവൃതഃ. ഉഗ്രസേനന്റെ മകനായ കംസൻ സോദരിക്ക് പ്രിയം ചെയ്യുന്നതിലുള്ള ഉത്സാഹത്താൽ രൗക്മൈ പൊന്നണിഞ്ഞ രഥശതൈ അസംഖ്യം തേരുകളാൽ വ്രതഃ പരിവ്രതനായി ഹയാനാം ദമ്പതിമാർ കയറിയിരിക്കുന്ന തേരിൽ പൂട്ടിയിരിക്കുന്ന കുതിരകളുടെ രശ്മീൻ കടിഞ്ഞാൺ ജഗ്രാഹ പിടിച്ചുകൊണ്ടിരുന്നു. 29ഉം 30ഉം ശ്ലോകങ്ങളാണ് ഇപ്പോൾ നാം മനസ്സിലാക്കിയിരിക്കുന്നത്. തസ്യാം തു കർഹിജിത് ശൗരിർവസുദേവഃ കൃതോദ്വഹഃ ദേവക്യാ സൂര്യാ സാർദ്ധം പ്രയാണേ രഥമാരുഹത്. ഉഗ്രസേന സുതഃ കംസഃ സുസുപ്രിയ ചികീർഷയാ രശ്മീൻ ഹയാനാം ജഗ്രാഹ രൗക്മൈ രഥശതൈർവൃതഃ. ഒരിക്കൽ ആ മധുരാപുരിയിൽ ശൂരൻ എന്ന യാദവശ്രേഷ്ഠന്റെ പുത്രനായ വസുദേവൻ വിവാഹം ചെയ്ത് നവോഢയായ ദേവകിയോടുകൂടി സ്വഗൃഹത്തിലേക്കുള്ള യാത്രയിൽ രഥത്തിൽ കയറി. ഉഗ്രസേനന്റെ മകനായ കംസൻ സോദരിക്ക് പ്രിയം ചെയ്യുന്നതിലുള്ള ഉത്സാഹത്താൽ പൊന്നണിഞ്ഞ അസംഖ്യം തേരുകളാൽ പരിവൃതനായി തേരിൽ കയറിയിരിക്കുന്ന ആ ദമ്പതിമാരെ, അവർ കയറിയിരിക്കുന്ന തേരിൽ പൂട്ടിയിരിക്കുന്ന കുതിരകളുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ടിരുന്നു. ഈ 2 ശ്ലോകങ്ങളെയും എങ്ങനെ തുഞ്ചത്താചാര്യൻ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നോക്കാം.
തത്വജ്ഞനിദ്ധമോർത്തോർത്തിങ്ങനെ ചെല്ലും കാലം നിത്യനാം ഈശാജ്ഞയാലാശുദേവകിയായ മുഖലീലാങ്കിതന്റെ യൗവനാരംഭം കണ്ട് ബദ്ധമോദേന കല്യാണാഘോഷത്തോടെ ചെന്ന് സത്വരം വിവാഹം ചെയ്തമ്പിനോട നിജസത്മനി പോവാൻ പുറപ്പെട്ടു നിന്നത് കാലം. തസ്യാം തു കർഹിജിത് ശൗരിർ വസുദേവഃ ഹൃദോദ്വഹ ദേവക്യാ സൂര്യാസാർത്ഥം പ്രയാണേ രഥമാരൂഹത്ത്. മധുരാപുരിയിൽ നിന്ന് ശൂരൻ എന്ന യാദശേഷന്റെ പുത്രനായ വസുദേവൻ നവോഢയായ ദേവകിയോടും കൂടി സ്വഗ്രഹത്തിലേക്കുള്ള യാത്രയിൽ രഥത്തിൽ കയറി എന്നുള്ള ഭാഗമാണ്. തത്വജ്ഞനിദ്ധമോർത്തോർത്തിങ്ങനെ എല്ലും കാലം നിത്യനാം ഈശാജ്ഞയാലാശു ദേവകിയായ മുഖലീലാങ്കിതന്റെ യൗവനാരംഭം കണ്ട് ബദ്ധമോദേന കല്യാണാഘോഷത്തോടെ ചെന്ന് സത്വരം വിവാഹം ചെയ്ത് അമ്പിനോടഥ നിജ സത്മനി പോവാൻ പുറപ്പെട്ടു നിന്നത് കാലം. സത്മനി സ്വന്തം വീട് സത്മനി പോവാൻ പുറപ്പെട്ടു നിന്നത് കാലം. ഇതാണ് 29ാമത്തെ ശ്ലോകത്തിന്റെ ഭാഷാ ആവിഷ്കാരം. 30ാമത് ശ്ലോകത്തിനെ നോക്കുകയാണെങ്കിൽ പിന്നെ അന്നേരം ആത്മസോദരി തന്നിൽ പ്രതിനന്ദിച്ചു വളർന്നേടും വാത്സല്യ പരവശാൽ ചന്ദനോദ്ഗതികളിൽ ഭീതി കൂടാതെ ചിത്താനന്ദമായി മഹാരഥം നടത്തുവനെന്ന് തന്മനോവശഗതനായ അവൻ ചമ്മട്ടിയും സമ്മോദം കലർന്ന് ഏറിനാൻ കൂടത്തേരിൽ കംസഃ സുസുപ്രിയ ചികീർഷയ ലക്ഷ്മിൻ ഹയാനാം ജഗ്രാഹ രൗഗ്മൈ രഥശതൈർവ്രതഃ. ഉഗ്രസേനന്റെ മകനായ കംസൻ സോദരിക്ക് പ്രിയം ചെയ്യുന്നതിലുള്ള ഉത്സാഹത്താൽ പൊന്നണിഞ്ഞ അനേകം തേരുകളാൽ പരിവൃതനായി ദമ്പതിമാർ കയറിയിരിക്കുന്ന തേരിൽ പൂട്ടിയിരിക്കുന്ന കുതിരകളുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ടിരുന്നു. പിന്നെ അന്നേരം ആത്മസോദരി തന്നെ പ്രതിനന്ദിച്ചു വളർന്നിടും വാത്സല്യ പരവശാൽ ചിന്തനോദ്ഗതികളിൽ ഭീതി കൂടാതെ ചിത്താനന്ദമായി മഹാരഥം താൻ നടത്തുവനെന്ന് തൻ മനോവശഗതനായ അവൻ ചമ്പട്ടിയും സമ്മോദം കലർന്ന് എടുത്ത് ഏറിനാൻ കൂടത്തേരി. മൂലഗ്രന്ഥത്തിൽ രശ്മീൻ ഹയാനാം രശ്മീൻ ജഗ്രാഹ എന്നാണ് പറയുന്നത്. രശ്മീൻ ഹയാനാം ജഗ്രാഹ എന്ന് പറയുന്നത് അതായത് തേരിൽ തേർക്കുതിരകളുടെ കടിഞ്ഞാൻ പിടിച്ചു എന്ന് പറയുന്നിടത്ത് കിളിപ്പാട്ടിൽ ചമ്മട്ടിയും സമ്മോദം കലർന്നെടുത്തു എന്നാണ്. ചമ്മട്ടി എന്ന് പറഞ്ഞാൽ കുതിരകളെ ആട്ടി തെളിക്കുന്നതിനുള്ള ചാട്ട എന്ന് നമ്മൾ പറയും. ചാട്ട, ആ ചാട്ടയും എടുത്ത് ചന്ദനോദ്ഗതികളിൽ ഭീതി കൂടാതെ ചന്ദനം തേരിന്റെ യാത്രയിൽ ഭീതി ഉണ്ടാവാതിരിക്കുവാൻ ആത്മസോദരി തന്നെ പ്രതിനിധിച്ച് വളർന്നിടും വാത്സല്യ പരമശാൽ സുസു പ്രിയ ചികീർഷയ. സുസു സഹോദരിക്ക് പ്രിയം ചെയ്യുന്നതിലുള്ള ഉത്സാഹത്താൽ മഹാരഥം താൻ നടത്തുവനെന്ന് രഥം താൻ ഓടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ചമ്മട്ടിയും സമ്മോദം കലർന്നെടുത്ത് ഏറിനാൻ കൂടത്തേരി. സജ്ജനങ്ങളെ, ഇതാണ് 29ഉം 30ഉം ശ്ലോകങ്ങളുടെ കിളിപ്പാട്ടിലേക്കുള്ള ആവിഷ്കാരം. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.